ഇന്ന് വിജയദശമി ആയതുകൊണ്ടേ ഞങ്ങൾ നേരത്തെ തന്നെ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനും ഏട്ടനും മക്കളും കൂടിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അമ്മൂസുട്ടി നല്ല ഹാപ്പിയാണ് കേട്ടോ. അമ്മൂസിനൊന്ന് എഴുത്തിലിരുത്തുന്നുണ്ടേ. എന്താടി പട്ടുപാവാട ഇട്ട് കൊടുക്കാത്തതെന്നൊന്നും ചോദിക്കരുത് കേട്ടോ. എൻ്റെ അമ്മൂസിന് ആ വക ഡ്രസ്സൊന്നും പറ്റൂല കേട്ടോ. ഒക്കെ കുത്തുന്നുണ്ട് എന്ന് പറയും. അതുകൊണ്ടാണ് ഇങ്ങനെ ബനിയനൊക്കെ ഇട്ടിട്ട് വന്നത്. ഏതായാലും എൻ്റെ പ്രാർത്ഥന അച്ഛൻ്റെ മടിയിലിരുന്നിട്ട് നന്നായിട്ട് ഹരിശ്രീ ഗണപതയെ നമ എന്നൊക്കെ എഴുതണം എന്നായിരുന്നു കേട്ടോ. ഏതായാലും ആൾ അലമ്പാക്കാണ്ട് നല്ല കുട്ടിയായിട്ട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞ ശേഷം തിരുമേനി പൂജ വെച്ച് കഴിഞ്ഞ് പുസ്തകങ്ങളൊക്കെ ഓരോ കുട്ടികളുടെ പേരും വിളിച്ചിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ അനുമോളെ പുസ്തകം തന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് വന്ന ശേഷമാണ് കേട്ടോ നമ്മൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയത്. ചോറും സാധാരണ ഒരു ചേമ്പ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ചേമ്പിലേക്ക് തക്കാളിയും പച്ചമുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ അതൊന്ന് കടുക് പൊട്ടിച്ച് താളിച്ചിട്ടോ. ചേമ്പ് കറിയും പയറിൻ്റെ ഉപ്പേരിയും പപ്പടം ഇരുന്നിട്ടോ. പപ്പടം പിന്നെ എനിക്ക് ഉണ്ടായിരുന്നില്ല, അപ്പോൾ കുട്ടികളെ തിന്ന് തീർത്തിരുന്നു. പിന്നെ ചോറിന്ന് കഴിഞ്ഞാൽ അമ്മൂസ് ഭയങ്കര കരച്ചിൽ. ഞാനും അമ്മൂസും കൂടി കുറച്ച് നേരം കിടന്നു കേട്ടോ. അമ്മൂസിനെ ഉറക്കാൻ വേണ്ടി കിടന്നേന്ന് ഞാൻ, കൂട്ടത്തിൽ ഞാനും ഉറങ്ങിപ്പോയി. പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നീച്ച് വന്ന് വേഗം പിന്നെ എല്ലാവരെയും സോപ്പിടാൻ വേണ്ടിയിട്ട് വേഗം ഒരു പായസം ഉണ്ടാക്കുകയാണ്. പായസം സേമിയാണ് കേട്ടോ. അത് നമ്മളെ ഓണത്തിന് നമ്മളെ കിറ്റിൽ കിട്ടിയതായിരുന്നു കേട്ടോ. ഇവിടെ പിന്നെ അധികം തേങ്ങാപ്പാലിൻ്റെ പായസമാണ് ഉണ്ടാക്കുക. ചേച്ചിമാരൊന്നും പാലൊഴിച്ച ചായയും കുടിക്കൂല, പാലൊഴിച്ച പായസമൊന്നും കുടിക്കൂല. അപ്പോൾ പിന്നെ ചേച്ചിമാർക്ക് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും കുടിക്കണതാവട്ടെ എന്ന് എഴുതിയിട്ട് നമ്മളധികം തേങ്ങാപ്പാലിൻ്റെ ചെറുപയർ പരിപ്പ് പായസമൊക്കെയാണ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അരിപ്പായസമൊക്കെയാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് കിറ്റിൽ കിട്ടിയ സേമിയം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും അട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക വെച്ചിട്ട് കുറച്ചേ മാറ്റി വെച്ചു. അച്ഛനും അമ്മയ്ക്കൊന്നും കൊടുക്കാനും പറ്റില്ല. അപ്പോൾ ഷുഗർ കൂടിയാലോ എന്ന് കരുതിയിട്ട് അവർക്ക് കൊടുക്കാനും പറ്റില്ല. എങ്ങാനും ഷുഗർ കൂടി എല്ലാവരും കൂടി വന്നിട്ട് ആട്ടി പൊങ്കാലിടും ഇവിടുന്ന്. അപ്പോൾ അല്ലെങ്കിൽ തന്നെ എന്നോട് നല്ലോണം കരുതാൻ പറയലുണ്ട് ഷുഗർ കൂടുതലായതുകൊണ്ട്. അങ്ങനെ ഒന്ന് പായസം ഉണ്ടാക്കാൻ തന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ ഏതായാലും അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി. എന്താ പറയുക, വിജയദശമി സ്പെഷ്യലായിട്ട് ചെറിയൊരു സേമിയ പായസമൊക്കെ വെച്ചു, ഞാനും എൻ്റെ അനുമോളും കൂടി. ഓൾക്ക് ഇളക്കാൻ ഭയങ്കര പൂതി. അപ്പോൾ ഞാനോട് കൊടുത്തു, കയ്യിൽ ചൂട് ഇളക്കി കൂടി എന്ന് പറഞ്ഞിട്ട്, അടി പിടിക്കരുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓൾക്കട് കൊടുത്തു. പിന്നെ ഞാൻ അത് ചൂടാറാനുള്ള സമയമുണ്ട്. രണ്ട് കുട്ടികൾക്കും ഇല്ല, അനുവിനും ഇല്ല അമ്മൂനും ഇല്ല. വേഗം കിട്ടണം. അപ്പോൾ ഞാൻ വേഗം പ്ലേറ്റിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ പായസം കുടിക്കുന്നത്. നിങ്ങളാരും ഇങ്ങനെ പ്ലേറ്റിലൊന്നും ഒഴിച്ചിട്ട് പായസം കുടിക്കുന്നവരുണ്ടാവില്ല. എൻ്റെ വീഡിയോ കാണുമ്പോഴേക്കാരും ചിലപ്പോൾ ഇങ്ങനെ സേമിയ പായസം പ്ലേറ്റിൽ കുടിക്കുന്നതന്നെ കാണുന്നത്. കോമഡി ആയിട്ട് കമൻറ്റ് വരരുത് കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ എളുപ്പം കിട്ടണം. കുട്ടികളല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ചൂടാറിനവരെ നമ്മളെ വേവോടെ നിന്നില്ലെങ്കിൽ ആരോടെ നിൽക്കാമെന്നൊന്നും കുട്ടികളോട് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് എൻ്റെ മക്കളോട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം അങ്ങോട്ട് പ്ലേറ്റിൽ ഒഴിച്ചിട്ട് വേഗം കൊടുത്തു കേട്ടോ. അച്ചച്ചനൊരു ഇത്തിരി കൊടുത്തിട്ടുണ്ട് ഞാൻ. ഷുഗർ കൂടാഞ്ഞാൽ മതിയെന്ന്, കൂടിയാൽ ഞാൻ ഇവിടുന്ന് പായേണ്ടി വരും. പായസമൊക്കെ കുടിച്ചിരുന്ന് നേരം കുറേ പോയിട്ടോ. പിന്നെ വേഗം പായസം കുടിച്ച പാത്രങ്ങളും കഞ്ഞിക്കലൊക്കെ എടുത്തിട്ട് വേഗം കഴുകുകയാണ്. പായസം കുടിച്ച പാത്രമൊക്കെ ഞാൻ അകത്തുനിന്ന് തന്നെ അങ്ങോട്ട് കഴുകി വെച്ച്. കരിയായത് പിന്നെ അങ്ങോട്ട് മുറ്റത്തേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. കരിയായത് പിന്നെ അങ്ങനെ കരിയും കമ്പിയൊക്കെ ഇട്ട് കഴുകി കുറച്ച് കഴുകാൻ ഞാനൊരു പൊറുതേടാണ്. ഈ കമ്പിട്ട് കഴുകി ശീലമായിട്ടേ ഈ കമ്പില്ലാതെ കഴുകാനേ തോന്നൂല കേട്ടോ. കാരണം അപ്പോൾ ആ കമ്പിട്ട് കഴുകുമ്പോൾ വേഗം നമ്മളെ കഞ്ഞിപ്പശ അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ അതൊരു എളുപ്പമാണ്. പക്ഷെ അത്ര നല്ലതൊന്നല്ലട്ടെ ഈ പാത്രം കഴുകുമ്പോൾ നമ്മൾ ഈ കമ്പിട്ട് കഴുകണത്. നമ്മളെ കലങ്ങളൊക്കെ വേഗം ഓട്ടാവും. എൻ്റെ 1-2 കലങ്ങൾ ഓട്ടമായതാണ്. പക്ഷെ എന്നാലും അതിട്ട് കഴുകിയാൽ ഇത് വൃത്തി കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ഞാനും ഈ കമ്പിട്ട് തന്നെയാണ് കേട്ടോ എപ്പോഴും കഴുകുക. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ഇനി വേഗം വെള്ളം കോരി വയ്ക്കട്ടെ കേട്ടോ. കിണറിന്ന് വെള്ളം കോരി എടുത്തിട്ട് വേണം നമുക്ക്. അകത്തുള്ള വെള്ളം നമ്മളങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാനൊന്നും ഉപയോഗിക്കലില്ല. നമ്മളെ അടുക്കളയ്ക്ക് ഭക്ഷണ ആവശ്യത്തിനൊക്കെ നമ്മൾ അധികം ഇങ്ങനെ കിണറിന്ന് മുക്കിയെടുക്കലാണ്. അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി സെറ്റാക്കി വെക്കട്ടെ കേട്ടോ.